വെൽക്കം. തൈമനാണ് യൂറിനറി സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഈ വീഡിയോ സീരീസിലെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുക യൂറിൻ ഫോർമേഷൻ. സോ ദ ഫിസിയോളജി ഓഫ് യൂറിൻ ഫോർമേഷൻ. സോ ഇതാരാ ചെയ്യുന്നത്? സോ ഇറ്റ് ഈസ് ബൈ കിഡ്നീസ് ആണ് ഇത് ചെയ്യുക. ഉണ്ടാവുന്നത് ബ്ലഡ് ആണ് ഫിൽട്ടർ ചെയ്യുക. ബ്ലഡ് ഫിൽട്ടർ ചെയ്യുമ്പോൾ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് യൂറിൻ. സോ യൂറിൻ ഈസ് ഫോംഡ് ബൈ ഫിൽട്ടറേഷൻ ഓഫ് ബ്ലഡ് ബൈ ദ കിഡ്നി. സോ ഹൃദയത്തിൽ നിന്ന് നമുക്കറിയാം ഏകദേശം 5 ലിറ്റർ ആണ് കാർഡിയാക് ഔട്ട്പുട്ട്. ഇതിൽ 20-25% നമ്മൾ പറഞ്ഞു കിഡ്നിയിലേക്കാണ്. സോ ഒരു 1200 to 1300 ml ബ്ലഡ് ആണ് പെർ മിനിറ്റ് കിഡ്നിയിലേക്ക് എത്തുക. സോ ഇതിന്റെ ഏകദേശം പകുതി ഒരു 625 ml ഓളമാണ് ഈ ഫിൽട്ടറേഷനിൽ ഇടപെടുക, ഫിൽട്ടറേഷന് വിധേയമാകുക. ഇതിൽ ഫിൽട്ടർ ചെയ്യുമ്പോഴത്തേക്കും ഒരു 125 ml പെർ മിനിറ്റ് ആണ് ഫിൽട്ടർ റേറ്റ് ഉണ്ടാകുക, അരിച്ചു കഴിയുമ്പോൾ കിട്ടുക. അതിനാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്ടർ റേറ്റ് എന്ന് വിളിക്കുക. സോ വി വിൽ ഗെറ്റ് എ ഗ്ലോമറുലാർ ഫിൽട്ടർ റേറ്റ്. സോ ഇതൊരു 125 ml പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഒരു ദിവസം എത്ര ഉണ്ടാവും വെച്ചാൽ ഒരു 150 to 180 ലിറ്റർ ഉണ്ടാകും ഈ സംഭവം. പക്ഷെ നമ്മൾ അത്ര അധികം മൂത്രം ഒഴിക്കുന്നുണ്ടോ? 180 ലിറ്റർ ഒരു ദിവസം നമ്മൾ മൂത്രം ഒഴിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. വി യൂറിനേറ്റ് ഓൺലി 1 to 2 ലിറ്റർ, പരമാവധിയൊക്കെയാണ് 2 ലിറ്റർ. അപ്പൊ ഈ 179 ലിറ്റർ അല്ലെങ്കിൽ ഇത്രയും 150 ആണെങ്കിൽ 149 ലിറ്റർ എങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ സോ ഇത് തിരിച്ചെടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ റീ അബ്സോർഷൻ എന്ന് പറയുക. സോ യൂറിൻ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ തിരിച്ചെടുക്കുന്നുമുണ്ട്. 99% തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടർ ചെയ്യുന്നത്. സോ ദിസ് പ്രോസസ്, ഈ പ്രോസസ് ഓഫ് യൂറിൻ ഫോർമേഷൻ, അപ്പോൾ ഇത് കിഡ്നിയിൽ വെച്ച് നടക്കുന്ന ഇതിന് 3 സ്റ്റെപ്പുകളുണ്ട്. 3 സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഫസ്റ്റ് ഈസ് ഫിൽട്ടറേഷൻ ആണ്. ഫിൽട്ടറേഷൻ നടക്കുന്നത് ഗ്ലോമറുലസിലാണ്. സോ വി കോൾ ദിസ് ആസ് ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ. അത് നടക്കുന്നത് ഇവിടെയാണ്. ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ്, ബോമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ഗ്ലോമർ. രണ്ടാമത് ഇത് തിരിച്ചെടുക്കലാണ്. തിരിച്ചെടുക്കൽ നടക്കുന്നത് ഇവിടെയാണ്. This is called as the tubules of the nephron. So tubules നടക്കുന്നതുകൊണ്ട് അതിനെ നമുക്കപ്പോൾ ട്യൂബുലാർ, തിരിച്ചെടുക്കലാണ് റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയാം. മൂന്നാമത് ചെറുതായിട്ട് ഇപ്പോൾ ബ്ലഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടെങ്കിൽ, ഇത് ബ്ലഡ് വെസലാണെന്ന് കരുതുക, ഇതിനകത്തേക്ക് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കൂടി കുറച്ച് സാധനങ്ങൾ പൊക്കോട്ടെ. ഇത് യൂറിനിലൂടെ, ഇത് യൂറിനാണല്ലോ, യൂറിനിലേക്ക് കളയാനായിട്ട് എന്തെങ്കിലുമൊക്കെ കളയാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരിപാടി കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതും ട്യൂബ്യൂൾസിലാണ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ട്യൂബുലാർ സെക്രീഷൻ. ഇപ്പൊ 3 പ്രോസസ്. അതിൽ ആദ്യത്തെ 2 പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. മൂന്നാമത്തത് ട്യൂബുലാർ സെക്രീഷൻ ആണ്. അതിനെപ്പറ്റി നമുക്ക് അധികം പറയാം. സോ ഈ 3 പ്രോസസ്സാണ് നമ്മൾ പറയാം. സോ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. ഇത് 3 ചേരുന്നതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. ഇതിന്റെ ഈ പ്രോസസ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് യൂറിൻ. ഓക്കെ, ലെറ്റ്സ് സീ നൗ. ഇവിടെ ഞാൻ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഈ വീഡിയോയിൽ പറയും. ട്യൂബുലാർ റീഅബ്സോർപ്ഷന്റെ ആദ്യ ഭാഗം ഇവിടെ നടക്കുന്ന PCTയിൽ നടക്കുന്ന കാര്യവും ആദ്യ വീഡിയോ, ബാക്കിയുള്ളത് നമുക്ക് രണ്ടാമത്തെ വീഡിയോയിൽ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ്. സോ ദിസ് ദ ഫസ്റ്റ് വീഡിയോ. സോ യൂറിൻ ഫോർമേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അപ്പൊ നമുക്ക് അതിനെ പറ്റിയാണ് ആദ്യം പറയേണ്ടത്. ഇതാണ് നമ്മൾ പറയുന്ന ഭാഗം. ഓക്കെ, ദിസ് ഈസ് ബോമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദിസ് ഈസ് ഗ്ലോമറുലസ്. അത് ഞാൻ വലുതാക്കി വെച്ചിരിക്കുന്നതാണ് ഈ പടം. ഈ പടത്തിന്റെ ഈ ഭാഗം വലുതാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. സോ ഇതിന്റെ അനാറ്റമിയൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഈ ഗ്ലോമറുലസിൽ നിന്ന് ബ്ലഡ് ലീക്ക് ചെയ്യുന്നു. സോ ഇതിൽ എവിടെയാണ് ബ്ലഡ് വരിക? അവിടെ നിന്ന് ബ്ലഡ് ലീക്ക് ചെയ്യുന്നു ആൻഡ് ബോമൻസ് ക്യാപ്സ്യൂളിലൂടെ കടന്ന്, ഇത് ബോമൻസ് ക്യാപ്സ്യൂളിന്റെ ഇന്നർ ലെയർ ആണ്, കടന്ന് നേരെ ഇവിടെ ട്യൂബ്യൂൾ, ഇതാണ് ട്യൂബ്യൂൾ, ഈ കുഴൽ ആണ് ഈ കാണുന്നത്, ഇവിടെ എത്തുന്നു. സോ നമുക്ക് ആദ്യം എന്തെല്ലാം ഫിൽട്ടർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞേക്കാം. 2 കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നില്ല. ഒന്ന്, ബ്ലഡിനകത്തുള്ള ബ്ലഡ് സെൽസ് ഫിൽട്ടർ ചെയ്യുന്നില്ല, പ്ലാസ്മ പ്രോട്ടീൻസ് ഫിൽട്ടർ ചെയ്യുന്നില്ല. ഇത് 2 ഒഴിച്ച് ബാക്കി ബ്ലഡിനകത്തുള്ള എല്ലാ സംഭവങ്ങളും, പ്ലാസ്മയിലുള്ള എല്ലാം ഇവിടെ എത്തും. സോ ഇങ്ങനെ ട്യൂബ്യൂൾസിലെത്തുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്ടറേറ്റ് എന്ന് വിളിക്കുക. ഗ്ലോമറുലാർ ഫിൽട്ടറേറ്റ് ഈസ് ദ ഫ്ലൂയിഡ് റീച്ചസ് ഹിയർ. ഇവനാണ് ഭാവിയിൽ യൂറിൻ ആവേണ്ട ആളാണ് ഇവൻ. സോ അപ്പൊ നമുക്കിനി പറയേണ്ട എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഫിൽട്രേഷൻ നടക്കുന്നത് എന്നാണ്. ഒന്ന്, ദിസ് ഗ്ലോമറുലാർ എപ്പിത്തീലിയൽ സെൽസ്, ഇവിടെയുള്ള ഗ്ലോമറുലാർ എപ്പിത്തീലിയൽ സെൽ. സോ ഇതാണ് ഈ സെൽസ്, ഇതാണ് ഈ സെൽ. സോ അത് ലീക്കിയാണ്. ഓർ അവിടെ നമുക്ക് ഗ്യാപ് ജംഗ്ഷൻസ് ഉണ്ട്. ഗ്യാപ് ജംഗ്ഷൻസ് ആർ പ്രസന്റ്. അതിന് നമ്മൾ പേര് വിളിച്ചത് ഫെനിസ്ട്രേഷൻസ് ആണ്, അല്ലെങ്കിൽ ഫിൽട്ടറേഷൻ പോർസ് എന്ന് വിളിക്കാം. സോ
പ്ലാസ്മ ഇതിലൂടെ ഇങ്ങോട്ടേക്ക് ഒഴുകും. സിമ്പിൾ. രണ്ടാമത്തെ കാര്യം, സോ 1 അതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, ഗ്ലോമറുലാർ കാപ്പിലറീസ് ആർ ലീക്കിയർ. അപ്പൊ നമുക്ക് അവിടെ ഫെനിസ്ട്രേഷൻസ് അതിനെ കുറിച്ചൊക്കെ എഴുതുക. രണ്ടാമത്തത് ഈ സെൽസിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇവിടെയുള്ള ഈ സെൽ, അടിയിലുള്ള എപ്പിത്തീലിയൽ സെൽസ് കണ്ടെയ്ൻ, അത് പോഡോസൈറ്റ്സ് ആണെന്ന് പറഞ്ഞു, അതിനകത്ത് പെഡിസെൽ. സോ ഇത് പോഡോസൈറ്റ് ആണെങ്കിൽ ഇത് പെഡിസെൽ ആണ്. സോ ബിക്കോസ് ഓഫ് ദിസ് പെഡിസെൽ ഉള്ളത് കൊണ്ട് ഇവിടെയും സ്ലിറ്റ്സുകൾ ഉണ്ട്, സ്ലിറ്റ് പോർസ്, ഇവിടെയൊക്കെ സ്ലിറ്റ് പോർസുകൾ ഉണ്ട്. സോ ഇതിലൂടെ ഒഴുകി വന്നത് ഇതിലേക്ക് കൂടി ഇങ്ങോട്ട് ഒഴുകി പോകാൻ പറ്റും. സോ ഇങ്ങോട്ടേക്ക് ഒഴുകാനായിട്ട് പറ്റും. സോ രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കും ഫിൽട്ടറേഷൻ കൂളായിട്ട് ഇങ്ങ് നടക്കും. ബ്ലഡിലുള്ള പ്ലാസ്മ ഒഴുകി ഇങ്ങോട്ടേക്ക് പോകും. അത് ട്യൂബുകളിൽ, ഇപ്പോൾ ഇങ്ങനെ ട്യൂബുകളിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ട്യൂബുകളിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒഴുകി പോടാൻ ട്യൂബുകൾ ഇങ്ങനെ കിടക്കുക. സോ സിമ്പിളായിട്ട് അങ്ങോട്ടേക്ക് ഒഴുകും. ഇനിയും കാരണങ്ങളുണ്ട്. മൂന്നാമത്തെ കാരണം ബിക്കോസ് ഓഫ് ദി സർഫസ് ഏരിയ. അതുകൊണ്ടോ അവിടെ ഡിവൈഡ് ചെയ്ത് ഇഷ്ടം പോലെ ആക്കി ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് സോ ഒരുപാട് സർഫസ് ഏരിയ ഇവിടെ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ അവിടെ ഫിൽട്ടർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ബിക്കോസ് ദിസ് കാപ്പിലറീസ് ആർ ഡിവൈഡിങ് ഇൻ ടു സ്മോളർ കാപ്പിലറീസ്. സോ അതുകൊണ്ട് സർഫസ് ഏരിയ, സോ ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ ഇൻ ദ ഗ്ലോമറുലസിനകത്തുള്ള സർഫസ് ഏരിയ. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നാലാമത്തെ കാര്യം ബിക്കോസ് ഓഫ് ദ പ്രഷർ ഡിഫറൻസ് ഇൻ റീനൽ ക്യാപ്. ഇവിടെയുള്ള ഈ ഭാഗത്ത്, ഇതിന്റെ ഉള്ളിൽ റീനൽ ക്യാപ്സ്യൂൾ എന്നാണ് ഇതിന് പറയാ, ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ് ഇൻ പ്രഷർ. സോ അകത്തേക്ക് വരുന്ന എഫറന്റ് ആർട്ടീരിയോൾസ്, പുറത്തേക്ക് പോകുന്ന എഫറന്റ്, ഇത് എഫറന്റ് ആണ്. എഫറന്റ് ആർട്ടീരിയോൾസ്, ഇത് എഫറന്റ് ആർട്ടീരിയോൾസ്. സോ സൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇത് വലുതാണ്, ഇത് ചെറുതാണ് അല്ലെ. ഒരുപാട് ബ്ലഡ് ഇങ്ങോട്ടേക്ക് എത്തും, പക്ഷെ പോകാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ. സോ ഇവിടെ ഒരു തിരക്കുണ്ടാകും, തിക്ക്. അതിനെ നമ്മൾ പ്രഷർ എന്നാ പറയാം. സോ ഇറ്റ്സ് എ പ്രഷർ ഹെഡ് രൂപപ്പെടുന്നുണ്ട്. സോ ഈ പ്രഷർ ഹെഡ് ഇവിടെ ആയിരിക്കും ബാധിക്കുക, ഇതിനകത്തുള്ള ബ്ലഡിനെ ബാധിക്കും. അപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. സോ ഇങ്ങോട്ടേക്ക് ഒഴുകും. സോ ദാറ്റ് ഈസ് വൺ തിങ്, ഫിൽട്ടറേഷൻ ഹെഡിൽ ഉണ്ടാകുന്ന പ്രഷർ. ഇവിടെ മറ്റ് 3 പ്രഷർ കൂടിയുണ്ട്. സോ വൺ തിങ്, നാലാമത്തെ കാര്യത്തിൽ, ഡിഫറൻസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് എഫറന്റ് ആൻഡ് എഫറന്റ് ആർട്ടീരിയോൾ. ഇതിലെ രണ്ടാമത്തെ റീസൺ, ഇതേ ആയിട്ട് എഴുതാം. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഗ്ലോമറുലസിലുള്ള ഇവിടെയുള്ള ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മീൻസ് ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അതിനകത്തുള്ള വെള്ളത്തിന്റെ പ്രഷർ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ ജി ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, GHP എന്ന് നമുക്ക് എഴുതാം. GHP എത്രയാണെന്ന് ചോദിച്ചാൽ അത് 55 to 60 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷർ ഉണ്ട്. സോ ഇവിടെ ഇത്രയും പ്രഷറിലേക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകാനുള്ള ചാൻസ്. ഇനി വേറെ എന്തെങ്കിലും പ്രഷർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രഷറോ കാപ്സുലാർ പ്രഷർ. സോ അതിനാണ് നമ്മൾ കാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, CHP. സോ GHP ആൻഡ് CHP ഇത് എത്രയുണ്ട്? ഇത് വെറും 15 ആണ്. 15 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി മാത്രമേ ഉള്ളൂ. സോ 50 നിന്ന് 15 കുറച്ച് കഴിഞ്ഞാൽ അപ്പോഴും 40ഓളം അല്ലെ, അറൌണ്ട് 40 കിടക്കുകയാണ്. അപ്പോഴും ഇങ്ങോട്ട് ഒഴുകാനുള്ള ചാൻസ്. ഇനി വേറെ എന്തെങ്കിലും പ്രഷർ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡിനകത്ത് ഇവിടെ ഒരു ആൽബുമിൻ ഉണ്ടല്ലേ, ആൽബുമിൻ അല്ലെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻ. സോ അതൊരു കൊളോയിഡൽ പ്രഷർ ഉണ്ടാകും. അതിനെ നമ്മൾ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് പറയുന്നത്. സോ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 20 to 25 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ഉണ്ട്. സോ ഇങ്ങോട്ടേക്ക് തള്ളുന്നത് 55 to 60 ആണ്. അങ്ങോട്ടേക്ക് തള്ളുന്നത് ഇത് 15, ഇത് 20, 25. 15 plus 25 എന്ന് പറയുമ്പോഴത്തേക്കും still 15 to 20 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി വ്യത്യാസമുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ എന്ന് പറയുന്നത്. സോ നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ ഈസ് 15 to 20 ഡൗൺവേർഡ്സ്, താഴത്തേക്കാണ്. അപ്പോൾ ദിസ് ഫെസിലിറ്റേറ്റ് ഫോർ ദ ഫിൽട്രേഷൻ. സോ അത് 3 എഴുതുക. ഒന്ന് ഇവിടെ ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ കുറിച്ച് എഴുതുക. മൂന്നാമത്തെ കാര്യം നമ്മൾ എഴുതിയത് കൊളോയിഡൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ആൻഡ് നാലാമത്തെ കാര്യം നമ്മൾ എഴുതിയത് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. സോ ഫൈനൽ നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ. സോ ദീസ് ഓൾ ഫെസിലിറ്റേറ്റ്സ് ഫോർ ദ ഫിൽട്രേഷൻ പ്രോസസ്. അപ്പൊ എന്തുകൊണ്ട് ബ്ലഡും പ്ലാസ്മ പ്രോട്ടീനും വരുന്നില്ല എന്നുകൂടി പറഞ്ഞേക്കാം. ബ്ലഡ് കടക്കണമെങ്കിൽ ഇവിടെ സൈസ് ചെറുതാണ്. ദിസ് ഏരിയ ഈസ് സ്മോൾ. ബ്ലഡ് സെൽസിന് കടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിലൂടെയും കടക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതിലൂടെയും കടക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ബ്ലഡ് സെൽസ് ആർ ബിഗ്ഗർ. സൈസ് ഒക്കെ എത്രയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി പ്രോട്ടീൻ ഉണ്ട്. സോ പ്രോട്ടീൻ എന്തുകൊണ്ട് കടക്കുന്നില്ല? ചെറിയ പ്രോട്ടീൻ ആയാലും വേണമെങ്കിൽ കടക്കാം. പക്ഷേ ഇവിടെയുള്ള ഈ ബേസ്മെന്റ് മെംബ്രെയിൻ രണ്ടിനും കൂടി ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ സം ഹെപ്പാരിൻ സൾഫേറ്റ് എന്ന് പറയുന്ന ചില പ്രോട്ടീനുകൾ ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ഹൈലി നെഗറ്റീവ് ആണ്. സോ ഇവിടെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ ഈ പ്രോട്ടീൻ വരുന്നതിനൊക്കെ നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ. സോ റിപ്പൽ ചെയ്യും, ഇവരിങ്ങോട്ട് ഓടിപ്പോകും. സോ പ്രോട്ടീൻ ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. എങ്ങാനും ബാക്കി ആരെങ്കിലും ഇവിടെ വന്നാൽ ഇവിടെ ഇൻ ദ പോഡോസൈറ്റ് ഇവിടെ ചില പ്രോട്ടീൻ വേറെ ഇരിപ്പുണ്ട്. ഈ പ്രോട്ടീന്റെ പേര് നെഫ്രിൻസ്
എന്നാണ്, നെഫ്രിൻ. സോ ഇത് ഒരു എന്താ പറയാ, ഒരു അടപ്പ് പോലെ വാൽവ് പോലെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, വീണ്ടും ഇതിനകത്തെ കൂടി കടന്നു പോകാൻ പറ്റും. സോ അതുകൊണ്ട് ബ്ലഡ് സെൽസ്, പ്ലാസ്മ പ്രോട്ടീൻസ് ആർ നോട്ട് ഫിൽറ്റർ. ചെറിയ പ്രോട്ടീൻ ഇപ്പൊ ഇൻസുലിൻ പോലെയുള്ളതൊക്കെ കടന്നു വരാം, അല്ലാത്തൊന്നും കടന്നു വരത്തില്ല. ആൻഡ് അപ്പോൾ ഫിൽട്രേഷൻ കഴിഞ്ഞു. ഫിൽട്രേഷൻ കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവുന്ന ഇതിനെ നമ്മൾ അൾട്രാ ഫിൽട്രേറ്റ് എന്ന് വിളിക്കാറുണ്ട്. അൾട്രാ ഫിൽട്രേറ്റ് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാം ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ബ്ലഡിനകത്തുള്ള ബ്ലഡ് സെൽസും പ്ലാസ്മ പ്രോട്ടീനും വെച്ച് ബാക്കി എവറിത്തിങ് അത്രയും വലിയ ഫിൽട്രേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുക. കിട്ടുന്ന പ്രൊഡക്റ്റ് ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അപ്പം നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്നായിരിക്കും പറയുക. അവസാനം എത്തുമ്പോഴായിരിക്കും നമ്മൾ അതിന്റെ പേര് മാറ്റി യൂറിൻ എന്ന് വിളിക്കുക. അത്രയും നേരം നമ്മൾ അവനെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്നായിരിക്കും വിളിക്കുക. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് വീണ്ടും നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇങ്ങനെ ഒഴുകുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് റീഅബ്സോർബ് ചെയ്യണം. ഇവിടെ എല്ലാം ബ്ലഡ് വെസൽസ് എങ്ങനെ ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അതിനകത്തേക്ക് റീഅബ്സോർബ് ചെയ്യണം. ആവശ്യാനുസരണമാണ് നമ്മൾ റീഅബ്സോർബ്. പല സ്ഥലങ്ങളിലും ഫുൾ റീഅബ്സോർബ് ചെയ്തേക്കും, പിന്നീട് ഏറ്റവും അവസാനം ആവശ്യാനുസരണം മാത്രമായിരിക്കും. സോ ഈ ട്യൂബുകളുടെ വിവിധ ഭാഗങ്ങൾ നടക്കാം. ഇവിടെയാണ് നടക്കണമെങ്കിൽ അറ്റ് ദ പി സി, ഇവിടെയാണ് നടക്കണമെങ്കിൽ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നടക്കുന്നത്. ഇവിടെയാണെങ്കിൽ ആദ്യം ഏർലി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്, ലേറ്റ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ് ഇൻ ദ കളക്ടിംഗ് ഡക്ട്. സോ ഇവിടെ എല്ലാം നടക്കുന്ന മെക്കാനിസംസ് എല്ലായിടത്തും വ്യത്യാസമാണ്. ഇവിടുത്തെ സെല്ലുകളിൽ വ്യത്യാസമാണ്. മെക്കാനിക്കൽ പ്രോസസ് അല്ലെങ്കിൽ ഇതിന്റെ അബ്സോർഷൻ മെക്കാനിസം വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോ ഭാഗങ്ങളും പറയണം. സോ ഇത് ഇത്തിരി ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാകും. ഞാൻ പരമാവധി സിമ്പിൾ ആക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ആദ്യം രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് ട്യൂബിളാണെങ്കിൽ, ഇപ്പൊ ഇതൊരു ട്യൂബിളാണെങ്കിൽ ട്യൂബിളിന്റെ നടുവിലേക്ക് ഇവിടെ ഇങ്ങനെ ഒരു സെല്ല് ഇരിക്കുകയെന്ന് വരിക. ഇത് അതിന്റെ ബേസോ ലാറ്ററൽ സൈഡാണ്, ഇതാണ് ലൂമിനൽ സൈഡ് എന്ന് വയ്ക്കും. സോ ഇങ്ങോട്ടേക്ക് സെല്ല് ഇരിപ്പുണ്ടെങ്കിൽ ഇത് ലൂമിനൽ സൈഡ്, ഇത് ബേസോ. ഈ ബേസോ ലാറ്ററൽ സൈഡിൽ, അതായത് ഈ സൈഡിൽ ഇവിടെ ഒരു പമ്പ് ഉണ്ട്. പമ്പ് നമ്മൾ കേട്ടിട്ടുള്ള പമ്പാണ്. സോഡിയം പൊട്ടാസ്യം ATP ACE എന്നാണ് ഈ പമ്പിന്റെ പേര്. സോ അതെന്ത് ചെയ്യും, 3 സോഡിയത്തെ പുറത്തേക്ക് തള്ളും. പുറത്തേക്ക് തള്ളുക എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് തള്ളിയ ബ്ലഡിലേക്ക് കയറാം. ഇവിടെ നിന്ന് 2 സോഡിയം ആകത്ത്, 2 പൊട്ടാസ്യം ആകത്തേക്ക്, 2 പൊട്ടാസ്യം ആകത്ത്. ഇപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ എപ്പോഴും സോഡിയത്തിന്റെ ഒരു ഡിപ്രിവേഷൻ, കുറവ് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കാനുള്ള ത്വര കൂടുതലായിരിക്കും. സോഡിയം വലിച്ചെടുക്കണം അല്ലെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അതൊന്ന് മനസ്സിലാക്കി നോക്കുക. എല്ലാ റീനൽ ട്യൂബുലാർ സെൽസിലും ഇതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടുന്ന് തുടങ്ങുന്ന ഭാഗം തൊട്ട് ഇവിടം വരെ വാട്ടറിന് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കാം. വാട്ടർ ക്യാൻ ബി റീഅബ്സോർബ്ഡ്. ഇത് കഴിഞ്ഞാൽ, ഈ വളവ് കഴിഞ്ഞ് അപ്പുറത്തോട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് നോ പെർമിഷൻ, അകത്തേക്ക് പോകാനോ പുറത്തേക്ക് പോകാനോ പെർമിഷൻ ഇല്ല. പിന്നെ അത് ഇവിടെ എത്തണമെങ്കിൽ കളക്ടിംഗ് ഡക്റ്റിലുള്ള ചില പ്രത്യേക ADH എന്നൊക്കെ പറയുന്ന ഹോർമോൺ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. സോ ദിസ് ഏരിയ ഈസ് ഫ്രീലി പെർമിയബിൾ ടു അയോൺസ് ആൻഡ് വാട്ടർ, വൈൽ ദിസ് ഏരിയ ഇങ്ങോട്ടേക്ക് കടക്കുമ്പോഴത്തേക്കും നോ എൻട്രി ഫോർ വാട്ടർ, വാട്ടറിനകത്തേക്കോ പുറത്തേക്കോ പോകാൻ നിർവാഹമില്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ടും ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, പരീക്ഷയ്ക്ക് എഴുതാനുള്ള കാര്യമേ അല്ല. സോ നമ്മളിപ്പോൾ ആദ്യം ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ അറ്റ് ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുമ്പോൾ ഈ ഭാഗം, ദിസ് ഏരിയ ആണ് ഞാൻ പറയാം. ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, PCTയിലുള്ള സെൽസിനെ നമ്മൾ പറഞ്ഞു അത് ബ്രഷ് ബോർഡർ സെൽസ് ആണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. സോ ദിസ് എ ബ്രഷ് ബോർഡർ സെൽ, ഇവിടെ ഉള്ള ബ്രഷ് ബോർഡർ സെൽസ് ആണ്. ഇത് ലൂമിനൽ സൈഡ് അകത്തേക്കുള്ളത്, ഇത് പുറത്തേക്കുള്ളത് ഇതാ ഇവിടത്തേക്കുള്ള സൈഡ്. ഇത് ബേസോ ലാറ്ററൽ സൈഡ്, ഇത് ലൂമിനൽ സൈഡ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ. ഇനി ഇവിടെ വരുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ ഓസ്മോളാലിറ്റി 300 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ ആണ്. ബ്ലഡിന്റെയും അത് തന്നെയാണ്. സോ ഇവിടം വരെ അത് തന്നെയാണ് ആയിക്കൊണ്ട്. കാരണം തിരിച്ചെടുത്താലും അവിടെ സൊല്യൂട്ട്സും എടുക്കുന്നുണ്ട്, വാട്ടറും എടുക്കും, രണ്ടും എടുക്കുന്നതുകൊണ്ട് ഇവിടെ പോകുമ്പോഴും 300 മില്ലി ഓസ്മോളാർ തന്നെയായിരിക്കും. ആൻഡ് ഇവിടുത്തെ ഒരു ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ഒരു 80 ml പെർ മിനിറ്റ് ആണ് ഇവിടെയുള്ള ഫ്ലോ റേറ്റ്. ഇത്രയും ജസ്റ്റ് പറഞ്ഞു മാത്രം. ഇനി ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടത്തേക്കും സോഡിയം കുറവായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദിസ് PCT ഈസ് ദ സൈറ്റ് ഓഫ് മാക്സിമം റീഅബ്സോർപ്ഷൻ. ഏറ്റവും കൂടുതൽ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിലാണ്. അതുകൊണ്ട് നമുക്ക് PCTയെ കുറിച്ച് ഒരുപാട് പറയാം. സോഡിയം ഇങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, സോഡിയം ഇങ്ങോട്ടേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് സോഡിയം റീഅബ്സോർബ് ചെയ്യണം. സോ സോഡിയം റീഅബ്സോർബ് ചെയ്യാൻ ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ ആവശ്യമുണ്ട് അല്ലെ. സോഡിയത്തിനൊന്നും അങ്ങനെ വെറുതെ കയറിപ്പോകാൻ പറ്റില്ല. ആ ട്രാൻസ്പോർട്ടറുടെ പേര് സോഡിയം Na+H+ പ്രോട്ടോൺ ആന്റിപോർട്ടർ ആണ്. ആന്റിപോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ H+ ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, സോ Na+H+ ആന്റിപോർട്ടർ. സോ ഇവിടെ H+ എങ്ങനെ ഉണ്ടായി? H+ കൊടുത്താലേ സോഡിയം ഇങ്ങോട്ടേക്ക് വരും. H+ എങ്ങനെ ഉണ്ടായി നമുക്ക്
സിമ്പിൾ ആണ്, നമ്മൾ പല സ്ഥലത്തും പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവുന്നത് ബൈകാർബോണിക് ആസിഡിൽ നിന്നാണ്. കാർബോണിക് ആസിഡ് എങ്ങനെ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. കാർബോണിക് ആസിഡ് ഉണ്ടാവും, കാർബോണിക് ആസിഡ് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് H പ്ലസ് ആൻഡ് ബൈകാർബണേറ്റ് HCO3 മൈനസ് ആണ് ബൈകാർബണേറ്റ്. അപ്പോൾ ഇതുണ്ടാവാനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്ന് വന്നു വെച്ചാൽ ഇവിടെ നിന്ന് വന്നു. ഇവിടെ ബ്ലഡ് ഉണ്ട്, ബ്ലഡിൽ നിന്ന് വന്നു. സോ ഇറ്റ്സ് ആൻ എൻസൈം കാർബോണിക് അൺഹൈഡ്രേറ്റ്. സോ ഇവിടെ നിന്ന് കിട്ടിയ H പ്ലസ് ആണ് ഇങ്ങോട്ടേക്ക് വിട്ടത്. അപ്പോൾ ഇവിടെ പോയ H പ്ലസിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഈ H പ്ലസ് ലൂമിനിലൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ബൈകാർബൺ. സോ ഇവിടെയുള്ള ബൈകാർബണേറ്റുമായിട്ട് ചേർന്നിട്ട് വീണ്ടും കാർബോണിക് ആസിഡ് ആകുന്നു. അത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആവും. അത് ആരാക്കും? സോ ഇവിടെയും ഉണ്ട്. ഓൺ ദ ബ്രഷ് ബോർഡർ ദർ ആർ എൻസൈംസ് കോൾഡ് ആസ് കാർബോണിക് അൺഹൈഡ്രേറ്റ്. സോ ഇത് ഇങ്ങോട്ടേക്ക് കടക്കും. സോ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഇത് ഇങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഇപ്പൊ റീഅബ്സോർബ് ചെയ്തത് സോഡിയം ആയിരുന്നു, തള്ളിക്കളഞ്ഞത് H പ്ലസിനെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ബൈകാർബണേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ബൈകാർബണേറ്റ് ബ്ലഡിനകത്തേക്ക് പോകും. സോ ബ്ലഡിനകത്തേക്ക് ബൈകാർബണേറ്റ് പോകും. സോ ബൈകാർബണേറ്റ് ഇവിടെ നമുക്ക് കിട്ടിയത് വേറെ രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്തു. സോ ബൈകാർബണേറ്റ് അപ്പോൾ നമുക്ക് റീഅബ്സോർബ് ചെയ്തെന്ന് പറയാലോ. ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആവുകയാണെങ്കിലും ദിസ് ഇസ് അൾട്ടിമേറ്റ്ലി ബൈകാർബണേറ്റ് ഈസ് ബീൻ റീഅബ്സോർബ്. സോ സോഡിയം റീഅബ്സോർബ് ചെയ്തു, ബൈകാർബണേറ്റ് റീഅബ്സോർബ് ചെയ്തു, H പ്ലസിനെ പുറത്തേക്ക് തള്ളി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ ഇറ്റ്സ് എ സൈക്കിൾ, റിപ്പീറ്റ്. ഇനി ഈ ബ്രഷ് ബോർഡറിന്റെ സൈഡിൽ വീണ്ടും ഒരു പുതിയ ബ്രഷ് ബോർഡർ സെൽ വരച്ചാൽ ഈ ബ്രഷ് ബോർഡറിന്റെ സൈഡിൽ ഇവിടെ ഒരാളുണ്ട്. ഇയാളുടെ പേര് SGLT2 എന്നാണ്. SGLT ഫോർ സോഡിയം ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഓർ കോ ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് കടത്തിവിടുക? സോഡിയത്തെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കടത്തിവിടാം. കോ ട്രാൻസ്പോർട്ടർ ആണ്. അപ്പൊ അതിന്റെ കൂടെ ആർക്ക് കയറാം എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിന് കയറാം, അമിനോ ആസിഡ്സിന് കയറാം. സോ അപ്പൊ ആരൊക്കെ കയറി? സെല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഗ്ലൂക്കോസ് ഈസ് റീഅബ്സോർബ്ഡ്, അമിനോ ആസിഡ്സ് ഓർ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡും റീഅബ്സോർബ്. ഇനി ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കയറാമോ എന്ന് വെച്ചാൽ ലാക്ടേറ്റിന് കയറാം, ഫോസ്ഫേറ്റിന് കുറച്ച് കയറാം, അസറ്റേറ്റിനും കയറാം. ഈ ഫോസ്ഫേറ്റിനെ കയറാതിരിക്കുന്ന ഒരാൾ കൂടി നമുക്ക് പറയാനുണ്ട്, എങ്കിലും കുറച്ച് കയറാം. സോ ഗ്ലൂക്കോസ് ഈസ് റീഅബ്സോർബ്ഡ്, അമിനോ ആസിഡ്സ് ആർ റീഅബ്സോർബ്ഡ്, ലാക്ടേറ്റ് ഈസ് റീഅബ്സോർബ്ഡ്, സം ഫോസ്ഫേറ്റ് ഈസ് റീഅബ്സോർബ്ഡ്, അസറ്റേറ്റ് ഈസ് ഓൾസോ റീഅബ്സോർബ്ഡ് ബൈ ദിസ് SGLT2 ഓർ കോ ട്രാൻസ്പോർട്ടേഴ്സ് ഫോർ സോഡിയം. അപ്പൊ സോഡിയവും റീഅബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ, കൂടി ഓർക്കും. പിന്നെയും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാൻ കുറെ ആൾക്കാർ കൂടി ബാക്കിയുണ്ട്. സോ ഇതൊരു ബ്രഷ് ബോർഡർ സെൽ, ഇത് അടുത്ത ബ്രഷ് ബോർഡർ സെൽ ആണെന്ന് വിചാരിക്കുക. ഇതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട് എന്നും വിചാരിക്കും. ഓക്കെ, കുറെ ആൾക്കാർക്ക് ഈ സ്പേസിലൂടെ പോകാം. ആർക്കൊക്കെയാണ് പോകുക ഇങ്ങനെ? അതിന് നമ്മൾ പാരാസെല്ലുലാർ ട്രാൻസ്പോർട്ട് എന്ന പാരാസെല്ലുലാർ ട്രാൻസ്പോർട്ട്. ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ പ്രധാനം കാൽഷ്യം, മാഗ്നീഷ്യം പോലെയുള്ള ഡൈവാലന്റ് ആൾക്കാർ ഈ ഇടയിലൂടെ ഇങ്ങനെ കടന്നു പോകാം. കുറച്ച് ക്ലോറിന് വേണമെങ്കിൽ കടന്നു പോകാം, പൊട്ടാസ്യത്തിന് വേണമെങ്കിൽ കടന്നു പോകാം. ഓക്കെ, സോ ഇങ്ങനെ കടക്കാം. അല്ലെങ്കിൽ ക്ലോറിനൊക്കെ ഇങ്ങനെയും കടക്കാം. സോ ക്ലോറിൻ ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ്. ഇങ്ങനെ കടക്കുന്നതിനെ നമ്മൾ എന്താ പറയാ? ട്രാൻസെല്ലുലാർ. സോ ട്രാൻസെല്ലുലാർ ആൻഡ് പാരാസെല്ലുലാർ റീഅബ്സോർഷൻ. അങ്ങനെയും കുറെ ആൾക്കാർക്ക്. ഇനി ക്ലോറിന് വേണമെങ്കിൽ ക്ലോറിനകത്തേക്ക് സോഡിയത്തിനൊപ്പം കയറാം. സോ സോഡിയം കയറുമ്പോൾ ക്ലോറിനും കയറാം, അങ്ങനെയും കയറാം. ഇങ്ങനെ ഓർത്തിരിക്കേണ്ടത് പാരാസെല്ലുലാർ ട്രാൻസ്പോർട്ട് ഈസ് മെയിൻലി ഫോർ കാൽഷ്യം, മാഗ്നീഷ്യം പോലെയുള്ള ആൾക്കാർക്ക് പാരാസെല്ലുലാർ ട്രാൻസ്പോർട്ട് ആണ്. അപ്പൊ ഇനി ആരെ കിടക്കണ്ടേ? ഇതിന് വെള്ളം, വാട്ടർ റീഅബ്സോർഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഈ അയോൺസ് ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിനൊപ്പം വാട്ടറിനും കിടക്കും. ഓക്കെ, അയോൺസ് കയറുമ്പോൾ അതിനൊപ്പം, ബിക്കോസ് ഞാൻ പറഞ്ഞു ഈ ഏരിയ വാട്ടർ ഫ്രണ്ട്ലി ആണ്, വെള്ളത്തിന് കയറാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. സോ സൊല്യൂട്ട്സ് അകത്ത് കയറുമ്പോൾ അതിന്റെ കൂടെ വാട്ടർ കയറുന്നതിനെ നമ്മൾ വിളിക്കുക ഒബ്ലിഗേറ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് നമ്മൾ വിളിക്കുക. ഒബ്ലിഗേറ്റീവ് ട്രാൻസ്പോർട്ട്. സോ ഇവിടെ വെള്ളം കയറുന്നത് ഒബ്ലിഗേറ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ഇനി ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള ആർക്കും ഇതിലൂടെ കടന്നു പോകാം അല്ലെ? ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം ട്രാൻസെല്ലുലാർ റൂട്ടിലൂടെ കടന്നു പോകാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എനി ലിപ്പിഡ് സോലുബിൾ സബ്സ്റ്റൻസ് ക്യാൻ പാസ്. സോ ചെറിയ പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ് ലൈക്ക് തിങ്സ് അങ്ങനെയൊക്കെ ഉള്ളതിനും വേണമെങ്കിൽ ഇങ്ങോട്ട് കടന്നു പോകാം. അല്ലെങ്കിൽ അതിന് കടക്കാനായിട്ട് വേറൊരു മെക്കാനിസം ഉണ്ട്, പീനോസൈറ്റോസിസ് എന്ന് വെച്ചാൽ സെൽ ഈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സോ പീനോസൈറ്റോസിസ് വഴിയും കടന്നു പോകാനായിട്ട് പറ്റും. ഇനി സെല്ലിന്റെ ഇപ്പുറത്ത് ഈ സൈഡിൽ ഒരു റിസപ്റ്റർ ഉണ്ട്, പേര് പാരാതോർമോൺ റിസപ്റ്റർ എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ട്. ഈ റിസപ്റ്റർ ഒരു ചതി ചെയ്യും. ഈ റിസപ്റ്റർ ഇവിടെ സോഡിയത്തിനൊപ്പം, ഞാൻ നേരത്തെ പറഞ്ഞു ഫോസ്ഫേറ്റിനും കൂടി കയറാന്ന് പറഞ്ഞു, അയാളെ തടയുന്ന പണി ഇവിടെ. സോ പാരാതോർമോൺ ഇവിടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സോഡിയത്തിനൊപ്പം ഫോസ്ഫേറ്റിന് കയറാൻ പറ്റൂല്ല. സോ ഫോസ്ഫേറ്റ് കുറെ ഇങ്ങനെ
ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകേണ്ടി വരും. സോ എല്ലാത്തിനെയും കടത്തിവിടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തടയുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത്. ഫോസ്ഫേറ്റിനെ ഇവിടെ വെച്ചിട്ട് പാരാതോർമോൺ വഴി തടയാനായിട്ട്. സോ അപ്പോൾ നമുക്ക് കണക്കെടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ കടന്നു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 to 65% വെള്ളവും കടന്നു, സോഡിയം കടന്നു, ഒരു 55% ക്ലോറൈഡ് കടന്നു, ഗ്ലൂക്കോസ് 100% കടന്നു പോകും. ഗ്ലൂക്കോസ് മാത്രമല്ല അമിനോ ആസിഡ്സ്, ദെൻ വൈറ്റമിൻസ്, അസറ്റോ ആസിറ്റേറ്റ്, ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുക 100% കടക്കുന്നതിന് നമ്മൾ ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസ് എന്നാണ്. ഹൈ ത്രഷോൾഡ് എന്ന് വെച്ചാൽ അവിടെ ഓർഡർ ഇങ്ങനെയാണ്, ഇവരെയൊക്കെ കണ്ടാൽ എങ്ങനെയെങ്കിലും കടത്തി വിട്ടേക്കണം എന്നാണ്. ചില ആൾക്കാരുണ്ട് യൂറിയ, യൂറിക് ആസിഡ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ലോ ത്രഷോൾഡ് ആണ്. ലോ ത്രഷോൾഡ് കുറച്ചേ കടത്തി വിടുള്ളൂ. അപ്പൊ അവയുടെയൊക്കെ റീഅബ്സോർപ്ഷൻ 50, 55, 60 ഇനി ഒട്ടും കടത്തി വിടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ക്രിയാറ്റിനാണ്. ക്രിയാറ്റിൻ ആണെങ്കിൽ ഒട്ടും കടത്തിവിടില്ല, ഇല്ലേ കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തം ഇവിടെ വരും. അപ്പൊ നമ്മൾ ക്രിയാറ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കും. ഇനി ഗ്ലൂക്കോസിനെ കുറിച്ച് ഒരു വാക്ക് കൂടി പറഞ്ഞേക്കാം. ഗ്ലൂക്കോസ് സാധാരണ രീതിയിൽ ഒരു 300 to 370 മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ആണ്. മില്ലിഗ്രാം പെർ മിനിറ്റ് വരെ റീഅബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെയുണ്ട്. പക്ഷേ നമ്മളുടെ യൂറിനകത്ത്, ഇവിടെയുള്ള യൂറിനിലുള്ള ബ്ലഡ്, അതിനകത്ത് 180 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലും കൂടുതൽ ഷുഗർ ഉണ്ടെങ്കിൽ ഇത്രയും കടത്തിവിടത്തില്ല. ഓക്കെ, സോ അതിനെ നമ്മൾ റീനൽ ത്രഷോൾഡ് എന്നാണ് പറയുന്നത്. ആൻഡ് മാക്സിമം കടത്തിവിടാനുള്ള ഗ്ലൂക്കോസിന്റെ കഴിവിനെ നമുക്ക് ടി മാക്സ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എഴുതിയാൽ മതി. സോ ഇതാണ് PCTയിൽ സംഭവിക്കുക. PCTയിൽ അപ്പോൾ സോഡിയം റീഅബ്സോർബ് ചെയ്യാനുള്ള മെക്കാനിസം നമ്മൾ പറഞ്ഞു. അതിനൊപ്പം ഗ്ലൂക്കോസ് കിടക്കും, ദെൻ അമിനോ ആസിഡ്സ് കിടക്കും, ലാക്ടേറ്റ് കിടക്കും, ഫോസ്ഫേറ്റ് കിടക്കും, അസിറ്റോ ആസിറ്റേറ്റ് കിടക്കും. ഫോസ്ഫേറ്റിനെ തടയാനുള്ള പാരാതോർമോൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ക്ലോറൈഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ ഇടയിലൂടെയും അല്ലാതെയൊക്കെ കിടക്കും. കാൽഷ്യം, മാഗ്നീഷ്യം പോലുള്ളവ കൂടുതലായിട്ട് പാരാസെല്ലുലർ ആയിട്ടായിരിക്കും കിടക്കുക. certain amino acids അതിന് പിനോസൈറ്റോസിസ് വഴി കടക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വാട്ടറിനെ കുറിച്ച് പറഞ്ഞത്, വാട്ടർ ഈസ് ബൈ ഒബ്ലിഗേറ്റീവ് ട്രാൻസ്പോർട്ടിലൂടെ കടക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് നമുക്ക് എഴുതേണ്ടത്. ഇനി ഇതിന്റെ അടുത്ത ഭാഗം ലൂപ്പ് ഓഫ് ഹെൻലി മുതൽ എന്ത് സംഭവിക്കുന്നു, ആകാംക്ഷയായിട്ട് കാത്തിരിക്കുക. പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് കാണാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.